കർണാടക മുൻ DGP ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയത് ഭാര്യയും മകളും ചേർന്നെന്ന് പോലീസ്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ താനും മകളും ചേർന്ന് ഓം പ്രകാശിന്റെ കണ്ണിൽ മുളകുപൊടി വിതറി കെട്ടിയിട്ടു എന്നാണ് ഭാര്യ പല്ലവി പോലീസിനോട് പറഞ്ഞത്. 10 തവണ ഓം പ്രകാശിനെ കുത്തി എന്നാണ് പല്ലവിയുടെ മൊഴി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, അതിക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ മകളുകൂടെ ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യ തെളിവുകൾ നേരത്തെ പോലീസിന് ലഭ്യമായിരുന്നു. ഇപ്പോൾ പല്ലവിയുടെ മൊഴിയിൽ നിന്ന് മകൾ കൂടി ഈ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി പറയുന്നത്? അന്വേഷണം ഏത് ഘട്ടത്തിൽ? റഹീസ്, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പോലീസ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം മുൻ DGP ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. കാരണം കഴിഞ്ഞ 8 വർഷമായി ഇവർ തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. അതാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം. അതിനുശേഷം ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ പോലീസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഓം പ്രകാശിനെയാണ് കാണുന്നത്. അടുത്തു നിന്നായി 2 കത്തിയും കണ്ടെത്തി. ആ 2 കത്തികൾ കണ്ടെത്തിയതാണ് ഒരു പ്രതിയല്ല ഈ കേസിൽ ഉള്ളത് എന്നുള്ളതിന് പോലീസിന്റെ പക്കലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. അതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആദ്യഘട്ടത്തിലൊക്കെ ഭാര്യ താൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് താൻ ഒറ്റയ്ക്കല്ല എന്ന് പല്ലവി പറഞ്ഞത്. മകളും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. അതിനുശേഷം എത്തരത്തിലാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ആദ്യം കണ്ണിൽ മുളകുപൊടി വിതറുന്നു, ശേഷം ശരീരത്തിൽ എണ്ണ ഒഴിച്ച് കെട്ടിയിട്ടു, പിന്നീട് 2 കത്തികൾ കൊണ്ട് 10 തവണയിലധികം കുത്തി എന്നാണ് പല്ലവി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. അത് സ്വയരക്ഷാർത്ഥമാണ് തങ്ങൾ ഇത് ചെയ്തത് എന്നുകൂടി പ്രതികൾ പറയുന്നുണ്ട്. നിരന്തരം വീട്ടിൽ തോക്കുമായി എത്തി തങ്ങളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് ഇവർ 2 പേരും പറയുന്നുണ്ട്. അതിന് മുൻപ് ഒരു കേസ് കൂടി ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. സമാന രീതിയിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാട്ടി സമീപത്തെ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പഴുതുകൾ അടച്ചുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ മുൻ DGPയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനും സഹോദരിയും ഒക്കെ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. TK. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.